റിനാസ് എന്നിട്ട് പരിപാടി നമുക്ക് ഷെയ്ക്കിനല്ലാണ്ട് പരിപാടി ഉണ്ട്. നമ്മുടെ ചെക്കനാണിക്കറ വാടാ വാടാ അർബാബിന്റെ കല്യാണം. ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ ഒരു കല്യാണത്തിന് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ നമുക്കൊരു പരിചയമുള്ള ഒരു ഷെയ്ക്കിന്റെ കല്യാണമായിരുന്നു. അപ്പൊ അതിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്താ പറയാനുള്ളത് നമുക്ക് ഇതിനെ പറ്റിയിട്ട്? മൈലാഞ്ചി ചടങ്ങിന് പോടാ, അത് കഴിഞ്ഞ ഫുഡ് അടിക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഫുഡ് അടിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. എന്താ പറയാനുള്ളത്? എന്താണ് മറ്റേ ഇതൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എൻ്റെ വ്ളോഗിങ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഏകദേശം 73 സബ്സ്ക്രൈബേഴ്സ് ആയിപ്പോൾ നമുക്ക്. ഫുഡ് കഴിക്കുന്നുണ്ട്. ഷെയ്ക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? അതെ, ഷെയ്ക്കിന് കല്യാണത്തിനാണ് ശരിക്കും പഠിക്കാൻ വന്നിട്ടുള്ള നമ്മൾ. ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാം. നുറുജുമാനിൽ ഫ്രീ ആയിട്ട് ചോറ് കൊടുക്കണം നടന്നപ്പോ വന്നതാ. ഇവൻ ഇതിന്റെ ഒക്കെ ആട് ഇവനെ അല്ല ഇങ്ങനത്തെ എല്ലാ പരിപാടി ഉണ്ടെങ്കിൽ ഇവനെ നമ്പർ ഞങ്ങൾ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ വല്ല പരിപാടി വേണമെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്താൽ മതി. അതെ, ഫുഡ് കഴിച്ചിട്ട് ഓക്കെ. നമ്മൾ ഇവിടെ ബുർജുമാനിലുള്ളൊരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ട്. അവര് ഉദ്ഘാടനത്തിന് ധനുഷിനെയും ഇവിടെ വന്നപ്പോ കേറ്റൂല എന്ന് പറഞ്ഞത്. പിന്നെ ഇവന് കയ്യും കാലും പിടിച്ചിട്ടാണ് കേറ്റിയത്. കാരണം ഇവനെ ഇവിടെ കേറ്റില്ല. ഞാൻ ഷവർമ്മ തരാൻ പറഞ്ഞില്ലേ ഇവനോട്. ഒറ്റടി 50 dirhams സ്വപ്നമില്ല. നമ്മളെ അവിടെ നിന്ന് വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തി. അവര് അവിടെ നിന്ന് വിളിച്ചിട്ട് നമ്മളെ ഇവിടെ കൊണ്ടിരുത്തി. എന്താണെന്ന് അറിയില്ല. ഞാൻ അടുത്ത ടേബിൾ മേടിക്കണം നിർത്താൻ പോണേ. ഞാനും പൈസ മേടിച്ചാൽ നമ്മുടെ ഫർസ് പാത്രം എഴുതുന്ന പറയുന്നത്. ഞാനത് കാരണം പേടിച്ചെടുത്തിട്ടില്ലേ. ആരെയൊക്കെ പിന്നെ NFC ഉള്ള ഫോണൊക്കെ ഉണ്ടേ, ആക്കെ ടാപ്പ് ചെയ്തുള്ളത്. തേജസ് അയ്യോ, ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് സൂപ്പർ. ഞാൻ മാറി ആളില്ലടാ. ആരുണ്ട്? പറ്റിച്ച് പ്രാങ്ക് ഒരു പ്രാങ്ക് ആയിരുന്നു. ഫുഡ് അടിപൊളി ഫുഡ് ആയിരുന്നു. ബുഹാരി എന്നാണ് കടയുടെ പേര്. 1954 തുടങ്ങിയ കടയാണ്. 1950 ഒന്നുമില്ല, അത് ഞാൻ വായിച്ചതല്ലോ. അവിടെ 1950 സ്വന്തം കിട്ടി. എന്താ 47 54 കിട്ടണമെന്ന് തുടങ്ങിയവര് കിട്ടാതിരിക്കുന്നു. അപ്പനെ തുടങ്ങി മദ്രാസ് സ്റ്റൈൽ ബിരിയാണി വിത്ത് ചിക്കൻ ഫ്രൈ. സാധനം കൊള്ളായിരുന്നു. തണുത്തതിന്റെ ഒരു സീൻ മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഉണ്ടല്ല മണി പോലെയാണ്. എന്നൊക്കെ എണ്ണെടുക്കാം മാറി നിന്നിട്ട്. എനിക്ക് ഒരു ഫസ്റ്റ് ദിവസം ഫ്രീ ആയിട്ട് തന്നതും പോലെ എനിക്ക് തണുത്തന്ന്. നമ്മ എന്തായാലും നമ്മളെ വ്യൂവേഴ്സിനോട് ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറ്. ഇതിന്റെ പോലെ കള്ളത്തരം ഷെയർ ചെയ്യാറില്ലേ? നമ്മളിതിന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഒന്ന് ഹായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരാം. എന്നിട്ട് ആര് പോയി ഹായ് അയച്ചിട്ട് അവർക്ക് അവരെ മെനക്കെടുത്തണ്ട. കാരണം ഓഫർ ഇന്നും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇന്ന് 11 ഇന്ന് അവര് ഇനോഗ്രേഷൻ അത്രേ ഉള്ളൂ. ധനുഷും മറ്റേ എന്തിനാണല്ലോ വിജയ് സേതുപതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പൈസ കൊണ്ടാണ് അവർ ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞു കേട്ടത്. ആണോ? അതാണോ? എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടില്ലേ? പറയുന്നത് വിശ്വസിക്കണ്ട. ആദ്യം എന്റെ കൂട്ടുകാരനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അറിയാമല്ലോ കൂട്ടുകാരൻ പറഞ്ഞാലൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ കാട്ടി വെള്ള കള്ളനാന്ന് പറയണേ. പാവം ചേർക്കണ്ട ഓറ പോകുന്നുണ്ട്.